ഉത്തർപ്രദേശിലെ കോൺഗ്രസ് എം പി അറസ്റ്റിലായി. സീതാപൂർ എം പി രാകേഷ് റാത്തോഡാണ് അറസ്റ്റിലായത്. 20കാരി നൽകിയ പരാതിയിലാണ് നടപടി. അർജുൻ പീതാംബരൻ നൽകും വിവരങ്ങൾ. അർജുൻ, എം പിക്കെതിരെ എന്തൊക്കെ പരാതി പീഡനവുമായി ബന്ധപ്പെട്ട് യുവതി നൽകുന്നുണ്ട്? നടപടി സംബന്ധിച്ച് പ്രതീക്ഷ ബലാത്സംഗ കുറ്റം ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി എടുത്തിരിക്കുന്നത്. 20കാരി വ്യക്തമാക്കുന്ന കാര്യം 2018 മുതൽ പാർട്ടിയിൽ സ്ഥാനങ്ങൾ നൽകാം, അതുപോലെ തന്നെ വിവാഹ വാഗ്ദാനമടക്കം നൽകിക്കൊണ്ട് പല ഇടത്തു വെച്ച് തന്നെ ശാരീരികമായി ബലാത്സംഗം ചെയ്തു എന്നുള്ള കാര്യമാണ്. ഒപ്പം തന്നെ ജീവന് ഭീഷണിയാകുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഭീഷണി സന്ദേശങ്ങൾ ഉണ്ടായി. ഈ പരാതി പുറത്തുവിടുകയാണെങ്കിലോ അല്ലെങ്കിൽ അത്തരത്തിൽ ഈ കാര്യങ്ങൾ പുറത്തു പറയുകയാണെങ്കിൽ കൊന്നുകളയുമെന്നടക്കം ഭീഷണികൾ ഉണ്ടായിരുന്നു. ചില ബ്ലാങ്ക് പേപ്പറുകളടക്കം ഒപ്പിട്ട് വാങ്ങി എന്നുള്ളതാണ് നിലവിൽ ഈ പെൺകുട്ടി 20കാരി പോലീസ് നൽകിയിട്ടുള്ള മൊഴിയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ. 2 വട്ടം ചോദ്യം ചെയ്യാൻ വേണ്ടി ജനുവരി 25-നും 27-നും ചോദ്യം ചെയ്യാൻ വേണ്ടി ഈ രാകേഷ് റാത്തോഡിന് പോലീസ് സമൻസ് നൽകിയിരുന്നു. പക്ഷേ 2 ദിവസങ്ങളിലും ഹാജരായില്ല. അതിന് പിന്നാലെയാണ് പോലീസ് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ജനുവരി 27-ാം തീയതി തന്നെ സീതാപൂരിലുള്ള ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൽ പോയി അറസ്റ്റ് ഈ കാര്യങ്ങൾ പറയുകയും പിന്നാലെ അറസ്റ്റ് വാറന്റ് കോടതി പുറപ്പെടുവിക്കുകയും ചെയ്തത്. പിന്നാലെ എം പി രാകേഷ് അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചു മുൻകൂർ ജാമ്യം തേടിക്കൊണ്ട്. കോടതിയും ഈ മുൻകൂർ ജാമ്യം നൽകിയില്ല, ഇന്നലെ തള്ളുകയായിരുന്നു ഉണ്ടായത്. അതിന് പിന്നാലെയാണ് പോലീസ് അറസ്റ്റിലേക്ക് കടന്നത്. ഇന്ന് രാകേഷ് റാത്തോഡിൻ്റെ വീട്ടിൽ അദ്ദേഹം പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിലാണ് പോലീസ് എത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നത്. വിശദമായി തന്നെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനാണ് നിലവിൽ പോലീസിന്റെ നീക്കം. അതിനുശേഷം ഒരുപക്ഷെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കി അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തേക്കാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. എന്തായാലും 20കാരുടെ മൊഴി തന്നെയാണ് ഏറ്റവും നിർണായകമായത്. 2018 മുതൽ പരിചയമുണ്ട്. ഈ കാലം അത്രയും ഈ 6-7 കൊല്ലമായിട്ട് തന്നെ നിരന്തരമായി പീഡിപ്പിച്ചു വരികയാണ് എന്നുള്ളതാണ് ഈ പെൺകുട്ടി പോലീസ് നൽകിയ മൊഴി.